അങ്ങനെ ഇപ്പോൾ ഡിസ്നി കഥകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഡൊണാൾഡ് ഡക്ക് എന്ന താറാവ് നമ്മുടെ മാർവലിലെ അയൺമാനായി മാറിയ ഒരു കഥയുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ ഒരു കഥയിൽ നമ്മുടെ ഡൊണാൾഡ് ഡക്ക് ഒരു ദിവസം കൈറോ ഗിയർലൂസ് എന്ന ശാസ്ത്രജ്ഞനായ ഒരു കോഴിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ അമ്മാവനായ സ്ക്രൂജ് എന്ന പണക്കാരനും പിശുക്കനുമായ താറാവിന് വേണ്ടി മണ്ണിൻ്റെ അടിയിൽ നിന്ന് സ്വർണം കണ്ടുപിടിച്ച് ഖനനം ചെയ്യാനുള്ള ഒരു മെഷീൻ നിർമ്മിക്കാനുള്ള പ്ലാൻ സ്ക്രൂജിൻ്റെ ആവശ്യപ്രകാരം കൈറോ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൈറോയുടെ കയ്യിൽ നിന്ന് മേടിക്കുവാനാണ് ഡൊണാൾഡ് ഡക്ക് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എത്രയും വേഗം ആ പ്ലാൻ മേടിച്ചുകൊണ്ട് തൻ്റെ അമ്മാവനായ സ്ക്രൂജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് തൻ്റെ കാമുകിയായ ഡെയ്സി എന്ന താറാവ് പെണ്ണുമായി ഡേറ്റിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഡൊണാൾഡ് ഡക്ക്. പക്ഷേ ഇപ്പോൾ അരക്കിറുക്കനായ കൈറോ പുള്ളിക്കാരൻ സ്ക്രൂജിന് വേണ്ടി നിർമ്മിച്ച് വരച്ചു വെച്ചിരിക്കുന്ന ആ പ്ലാൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞിരിക്കുകയാണ്. ആ പ്ലാൻ വരച്ചു വെച്ചിരിക്കുന്ന പേപ്പർ എവിടെയാണ് വെച്ചിരിക്കുന്ന കാര്യം കൈറോ മറന്നുപോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കണ്ട് നമ്മുടെ ഡൊണാൾഡ് ഡക്ക് ആകെ ഞെട്ടിപ്പോവുകയാണ്. ആ പ്ലാൻ വരച്ചു വെച്ചിരിക്കുന്ന പേപ്പറുമായി ചെന്നില്ലെങ്കിൽ നല്ലവനായ തൻ്റെ അമ്മാവൻ താൻ പുള്ളിയുടെ കയ്യിൽ നിന്നും കടമായി മേടിച്ചിരിക്കുന്ന പൈസ മുഴുവൻ അടുത്ത ദിവസം തന്നെ തിരിച്ചടയ്ക്കുവാൻ തന്നോട് പറയുമെന്നും, മാത്രമല്ല അമ്മാവൻ്റെ അടുത്തു നിന്നും പണം മേടിച്ചിട്ടുള്ള നൂറുകണക്കിന് ആളുകളുടെ കടവും ആ ആളുകളുടെ അടുത്ത് പോയി താൻ തന്നെ പിരിച്ചുകൊണ്ടുവന്ന് അടയ്ക്കണമെന്നും തന്നോട് പറഞ്ഞ് തനിക്ക് ശിക്ഷ നൽകുമെന്നോർത്ത് ഡൊണാൾഡ് ഡക്ക് പേടിച്ച് വിറയ്ക്കുകയാണ്. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഡൊണാൾഡ് ഡക്കിനോട് എൻ്റെ കയ്യിലുള്ള ഈ കമ്പ്യൂട്ടർ ഡ്രൈവിൽ അഥവാ പെൻ ഡ്രൈവിൽ സ്വർണം ഖനനം ചെയ്യാനുള്ള നിൻ്റെ അമ്മാവന് വേണ്ടി ഞാൻ നിർമ്മിച്ച പ്ലാൻ ഉണ്ടെന്നും, അതുപോലെ തന്നെ തൻ്റെ പല കണ്ടുപിടുത്തങ്ങളുടെയും പ്ലാനുകൾ ഈ കമ്പ്യൂട്ടർ ഡ്രൈവിൽ അഥവാ പെൻ ഡ്രൈവിൽ ഉണ്ടെന്നും ഗൈറോ ഡൊണാൾഡ് ഡക്കിനോട് പറഞ്ഞ് ആ പെൻ ഡ്രൈവ് ഗൈറോ ഡൊണാൾഡ് ഡക്കിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഗൈറോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു റോബോട്ടിക് കൊതുകിനെ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തിരുന്ന് ബിഗിൾ ബോയ്സ് എന്ന 3 കള്ളന്മാരായ പട്ടിക്കുട്ടന്മാർ കേൾക്കുകയാണ്. ഇപ്പോൾ ഗൈറോ നിർമ്മിച്ച പ്ലാൻ കൊണ്ട് ആ മെഷീൻ നിർമ്മിച്ച് ഡൊണാൾഡിൻ്റെ അമ്മാവനായ സ്ക്രൂജിൻ്റെ വീട്ടിലെ ഖജനാവ് കൊള്ളയടിക്കുവാൻ സാധിക്കുമെന്ന് ബിഗിൾ ബോയ്സ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ കമ്പ്യൂട്ടർ ഡ്രൈവ് അഥവാ പെൻ ഡ്രൈവ് ഡൊണാൾഡിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുവാൻ ബിഗിൾ ബോയ്സ് തീരുമാനിക്കുകയാണ്. അതിനായി ഐസ്ക്രീം വിൽപ്പനക്കാരുടെ വേഷത്തിൽ 2 പേരും, ഒരാൾ ഒരു വയസ്സനായ ഒരാളുടെ രൂപത്തിൽ അവിടെയുള്ള ടൗണിൽ അങ്കിൾ സ്ക്രൂജിൻ്റെ അടുത്തേക്ക് പോകുവാനായി നിൽക്കുന്ന ഡൊണാൾഡ് ഡക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വയസ്സനായ വേഷം മാറിയ ഒരു ബിഗിൾ ബോയ് തന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുവാൻ സഹായിക്കുമോ എന്ന് ഡൊണാൾഡ് ഡക്കിനോട് ചോദിച്ചതും, അപ്പോൾ തന്നെ ആ പാവം അപ്പൂപ്പനെ ഒന്ന് സഹായിക്കാമെന്ന് തീരുമാനിച്ച് ആ വയസ്സനായ വേഷം മാറിയ ബിഗിളിൻ്റെ അടുത്തേക്ക് ഡൊണാൾഡ് ഡക്ക് ചെന്നതും, അപ്പോൾ തന്നെ പുറകിൽ ഐസ്ക്രീം വിൽപ്പനക്കാരുടെ വേഷത്തിലുള്ള ബാക്കി 2 പേർ ഡൊണാൾഡിൻ്റെ തലയ്ക്ക് അടിച്ച് ബോധം കെടുത്തി ആ ഐസ്ക്രീം പെട്ടിയിൽ ഇട്ടുകൊണ്ട് തന്നെ അവിടുന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ ആളുകളൊന്നും ഇല്ലാത്ത ബിഗിൾ ബോയ്സിൻ്റെ ഒളിസങ്കേതമായ ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയി ഡൊണാൾഡ് ഡക്കിനെ ബിഗിൾ ബോയ്സ് പൂട്ടിയിടുകയാണ്. അധികം വൈകാതെ തന്നെ ബോധം വന്ന് കണ്ണു തുറന്ന ഡൊണാൾഡ് ഡക്കിനോട് മറ്റൊരു മുറിയിൽ ഇരുന്നുകൊണ്ട് ഒരു മൈക്ക് വഴി നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകണമെങ്കിൽ എത്രയും വേഗം നിന്റെ അമ്മാവനായ സ്ക്രൂജിന് വേണ്ടി ഗൈറോ നിർമ്മിച്ച സ്വർണം ഖനനം ചെയ്യാനുള്ള മെഷീൻ്റെ പ്ലാൻ ഉപയോഗിച്ച് ആ മെഷീൻ നീ നിർമ്മിച്ച് ഞങ്ങൾക്ക് തരണമെന്നും, എന്നിട്ട് നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാമെന്നും, ആ പെൻ ഡ്രൈവിലെ ഡേറ്റകളെല്ലാം അവിടെയുള്ള കമ്പ്യൂട്ടറിലുണ്ടെന്നും അത് പരിശോധിച്ച് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നീ മെഷീൻ ഉണ്ടാക്കണമെന്ന് ബിഗിൾ ബോയ്സ് ഡൊണാൾഡ് ഡക്കിനോട് പറഞ്ഞതും, അപ്പോൾ തന്നെ ഈ കിടക്കുന്ന ആക്രി സാധനങ്ങൾ കൊണ്ട് ഞാൻ എങ്ങനെയാ മെഷീൻ ഉണ്ടാക്കുമെന്ന് ബിഗിൾ ബോയ്സിനോട് ഡൊണാൾഡ് ഡക്ക് തിരിച്ചു ചോദിച്ചതും, ആ ആക്രി സാധനങ്ങൾ മേടിക്കാനുള്ള കാശേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂവെന്നും, മാത്രമല്ല മെഷീൻ ഉണ്ടാക്കാനും പണിയെടുക്കാനും ഞങ്ങൾക്ക് മടിയുള്ളത് കൊണ്ടാണ് നിന്നെക്കൊണ്ട് ആ മെഷീൻ ഉണ്ടാക്കുന്നതെന്നും ബിഗിൾ ബോയ്സ് ഡൊണാൾഡ് ഡക്കിനോട് പറയുകയാണ്. ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ തനിക്ക് തൻ്റെ കാമുകിയായ ഡെയ്സിയുടെ കൂടെ കറങ്ങി നടക്കുവാൻ പറ്റില്ല എന്ന് ഓർത്തത് കൊണ്ട് ആ മെഷീൻ ഉണ്ടാക്കുവാൻ ആദ്യം ഡൊണാൾഡ് ഡക്ക് തീരുമാനിച്ചുവെങ്കിലും താൻ ആ മെഷീൻ ഉണ്ടാക്കിയാൽ അതുപയോഗിച്ച് ഇവന്മാർ തൻ്റെ അമ്മാവനായ സ്ക്രൂജിൻ്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റുമെന്നും, പകരം ഇവന്മാരെയെല്ലാം എങ്ങനെയെങ്കിലും തോൽപ്പിച്ചാൽ തൻ്റെ കടബാധ്യതകളെല്ലാം അമ്മാവനെ രക്ഷിച്ചതിൻ്റെ പേരിൽ അമ്മാവൻ വെട്ടിക്കളയുമെന്ന് ഡൊണാൾഡ് ഡക്ക് ചിന്തിക്കുകയാണ്. അങ്ങനെ ബിഗിൾ ബോയ്സിനെ തോൽപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെടുവാനായി എന്തെങ്കിലും വഴി ലഭിക്കുമെന്ന് അറിയുവാനായി ഗൈറോയുടെ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുടെ പ്ലാനുകൾ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ പരിശോധിച്ചു കൊണ്ടിരിക്കെ തോട്ടത്തിലെ ചെടികളും പുല്ലുകളും വെട്ടിക്കളയുവാനായി ഗൈറോ നിർമ്മിക്കുവാനായി വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് ആർമറിൻ്റെ പ്ലാൻ ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ഡക്ക് കണ്ടതും, ഇത് ഉപയോഗിച്ച് തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് സ്വയം പറഞ്ഞ് ആ അയൺ ആർമർ അവിടെയുള്ള ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുവാൻ നമ്മുടെ ഡൊണാൾഡ് ഡക്ക് തുടങ്ങുകയാണ്. അവിടെയുള്ള ബിഗിൾ ബോയ്സ് എല്ലാവരും ഡൊണാൾഡ് ഡക്ക് നിർമ്മിച്ചു തരുന്ന മെഷീൻ ഉപയോഗിച്ച് സ്ക്രൂജിൻ്റെ ഖജനാവ് കൊള്ളയടിക്കുന്നതെല്ലാം സ്വപ്നം കണ്ട് സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കെ ഇപ്പോൾ ആ അയൺ ആർമർ നിർമ്മിച്ച് അതും ധരിച്ച് ആ ബിഗിൾ ബോയ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഡൊണാൾഡ് ഡക്ക് അയൺ ഡക്ക് എന്ന പുതിയ പേര് സ്വയം ഇട്ട് അങ്ങോട്ടേക്ക് വന്ന് ആ ബിഗിൾ ബോയ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ്. തോട്ടം ക്ലീൻ ചെയ്യാനും വേണ്ടി ഗൈറോ നിർമ്മിക്കാൻ വെച്ചിരുന്ന ആർമർ ധരിച്ച് അവിടെ വന്നിരിക്കുന്ന ഡൊണാൾഡ് ഡക്ക് മുറ്റത്ത് കിടക്കുന്ന ഇലകളും പൊടിയും പറത്തി വിടാൻ വേണ്ടി നിർമ്മിച്ച തൻ്റെ കൈകളിലെ കാറ്റ് വളരെ ശക്തമായി ഉപയോഗിച്ചും
അടിച്ചു വാരാനുള്ള ഇരുമ്പ് ചൂല് ഉപയോഗിച്ചും ആ ബിഗിൾ ബോയ്സിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ട് വേസ്റ്റ് കെട്ടിയിടാനുള്ള കയറുപയോഗിച്ച് ആ ബിഗിൾ ബോയ്സിനെ കെട്ടിയിടുകയാണ് ഡൊണാൾഡ് ഡക്ക് അഥവാ അയൺ ഡക്ക്. എന്നിട്ട് നമ്മുടെ അയൺ ഡക്ക് ആണെങ്കിൽ ആ ബിഗിൾ ബോയ്സിനെയും കൊണ്ട് തൻ്റെ അമ്മാവനായ സ്ക്രൂജിൻ്റെ അടുത്തേക്ക് ചെന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അമ്മാവനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട അമ്മാവൻ തന്നെ രക്ഷിച്ചതിന് ഡൊണാൾഡ് ഡക്കിനോട് നന്ദി പറയുകയാണ്. പക്ഷെ ആ പറഞ്ഞ നന്ദിക്ക് പകരം തൻ്റെ കടബാധ്യതകളെല്ലാം വെട്ടിക്കളഞ്ഞുകൂടെയെന്ന് വിനയത്തോടെ ഡൊണാൾഡ് ഡക്ക് അഥവാ അയൺ ഡക്ക് അമ്മാവനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ഡൊണാൾഡ് ഡക്ക് തരാനുള്ള കടത്തിൻ്റെ ലിസ്റ്റിൽ നിന്നും കുറച്ച് കടം മാത്രം അമ്മാവനായ സ്ക്രൂജ് വെട്ടിക്കളയുകയാണ്. ഇപ്പോൾ ഇച്ചിരി കടമെങ്കിലും കുറഞ്ഞല്ലോ എന്ന് ഓർത്ത് സമാധാനപ്പെട്ട് ഡൊണാൾഡ് ഡക്ക് അവിടുന്ന് തൻ്റെ കാമുകിയായ ഡെയ്സിയുടെ അടുത്തേക്ക് കറങ്ങി നടക്കുവാനായി പോവുകയാണ്. അങ്ങനെ ഈ കറങ്ങി നടത്തത്തിനിടയിൽ ഡെയ്സിയെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ സാധിക്കാത്തതിൻ്റെ വിഷമത്തിലാണ് നമ്മുടെ ഡൊണാൾഡ് ഡക്ക് ഇപ്പോൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആർമർ നിർമ്മിച്ച സമയത്ത് അത് ദേഹത്തു നിന്ന് ഊരി മാറ്റുവാനുള്ള ബട്ടൺ അതിൽ പിടിപ്പിക്കുവാൻ ഡൊണാൾഡ് ഡക്ക് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ആർമർ ഊരി മാറ്റാതെ ഡെയ്സിയെയോ വേറെ പെണ്ണുങ്ങളെയോ കെട്ടിപ്പിടിക്കുവാൻ ഇനി ഒരിക്കലും തനിക്ക് തൻ്റെ ജീവിതത്തിൽ സാധിക്കില്ല എന്ന് ഓർത്ത് ഡൊണാൾഡ് ഡക്ക് അഥവാ അയൺ ഡക്ക് സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.